നമസ്കാരം. ഡിജിറ്റൽ ലിറ്ററസി, ഡിജിറ്റൽ പെനിട്രേഷൻ തുടങ്ങിയ വാക്കുകൾക്ക് ഒരു ജനാധിപത്യ പുരോഗമന സമൂഹത്തിൽ വലിയ മാനങ്ങൾ. സമ്പൂർണ്ണ സാക്ഷരത എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാവരിലേക്കും എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന, എല്ലാവരിലേക്കും എത്തുന്ന ഒരു വികസന മാതൃകയുടെ അളവ് പോലാണ് നേരത്തെ പറഞ്ഞ ഈ സമ്പൂർണ്ണ സാക്ഷരത. അതേ അളവുകൾ തന്നെയാണ് ഡിജിറ്റൽ ലിറ്ററസി എന്ന ഒരു സങ്കേതത്തിനുണ്ട്. ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത് സാങ്കേതിക വിപ്ലവത്തിൻ്റെ ഒരു 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 തെളിവ് കൂടി മാത്രം, അതിൻ്റെ ആ ഒരു അർത്ഥത്തിൽ മാത്രം നമുക്ക് കാണേണ്ടതാണ്. സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്, സാങ്കേതിക വിദ്യയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അത് ഒരു കാറാവാം, ടൈപ്പ് റൈറ്റർ ആവാം, മൊബൈൽ ഫോൺ ആവാം, ഇൻ്റർനെറ്റ് ആവാം, എന്ത് തന്നെയായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഏറ്റവും മികച്ച രീതിയിൽ, ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ, ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും ഉന്നത നിലവാരമുള്ള സേവനം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് സാങ്കേതിക വിദ്യയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അതിലെ കച്ചവടവും രാഷ്ട്രീയമൊക്കെ നമുക്കറിയാവുന്ന എങ്കിൽ പോലും അപ്പോൾ ഡിജിറ്റൽ ലിറ്ററസി എന്ന ഒരു സങ്കേതം, എന്ന ഒരു ആശയം എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യ എല്ലാവരിലേക്കും എത്തിക്കുക, എല്ലാവരും എത്തുക, അതിലൂടെ നമുക്കുള്ള അതിരുകൾ, അത് ദേശത്തിൻ്റെ ആവാം, ഭാഷയുടേതാവാം, സാമൂഹികമോ മതമോ സമൂഹമോ മതമോ സൃഷ്ടിക്കുന്ന അതിരാവാം, കാലാവസ്ഥയോ പ്രകൃതിയോ സൃഷ്ടിക്കുന്ന അതിരാവാം, എന്തു തന്നെ ആയാലും ആ അതിരുകളെല്ലാം ഭേദിച്ചുകൊണ്ട് എല്ലാം എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ ഭാഗമാണ് ഡിജിറ്റൽ ലിറ്ററസി. ലളിതമായി പറയുകയാണെങ്കിൽ തൊട്ടടുത്ത് സ്കൂളുകളില്ലാത്ത, അല്ലെങ്കിൽ 5, 6, 7 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത്, അല്ലെങ്കിൽ സ്കൂൾ മറ്റേ ഒരു കോച്ചിങ് ക്ലാസ് നടത്തുന്നു, IASന്റെ കോച്ചിങ് ക്ലാസ് നടത്തുന്നു, അത് 6-7 കിലോമീറ്റർ ദൂരെയുള്ള ഒരാൾക്ക് എത്താൻ പറ്റുന്നില്ല. ദൂരം കൊണ്ട് മാത്രമല്ല, ആ ഭൂപ്രദേശം അത്തരത്തിലുള്ളതാണ്. 7 കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു സാധാരണ സ്ഥലത്ത് 20 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്താൽ മാത്രം എത്താൻ കഴിയുന്ന ദൂരമാണ് റോഡിൻ്റെ അവസ്ഥ കൊണ്ട്. അതിന് പുറമേ കാലാവസ്ഥ കൂടി ആകുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാകും. ഇത്തരം ഒരു ഘട്ടത്തിൽ വീട്ടിലിരുന്നുകൊണ്ട് അയാൾക്ക് അത് കാണാൻ കഴിയും, ആ വ്യക്തിക്ക് അത് കാണാൻ കഴിയും. അത് അപ്പോൾ തന്നെയോ പിന്നെ എപ്പോഴെങ്കിലും. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ഡിജിറ്റൽ ഇൻക്ലൂഷനാണ്. സ്ഥലവും സമയവും സമൂഹവും പ്രകൃതിയും സൃഷ്ടിക്കുന്ന അതിരുകളെ ഭേദിച്ചുകൊണ്ട് എല്ലാവരിലേക്കും എല്ലാം എത്തിക്കണം. അത്തരമൊരർത്ഥത്തിൽ ഡിജിറ്റൽ ലിറ്ററസിയുടെ സാങ്കേതിക വിദ്യയുടെ എല്ലാ അതിരുകളെയും എല്ലാ അർത്ഥത്തിലും ഉപയോഗിച്ചത് ഒരു പുരോഗമന സമൂഹമാണ് കേരളം. അത് അച്ചടിയാവാം, റേഡിയോ ആവാം, ദൂരദർശനാവാം, എന്തു തന്നെയായാലും അതാത് കാലഘട്ടങ്ങളിൽ വന്ന മാറ്റങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കുകയും അതിലൂടെ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് അറിവ് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തൊരു ഒരു സമൂഹമാണ് കേരളം. പലപ്പോഴും ബ്രിട്ടീഷ് അധിനിവേശം കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരത്തെ വലിയ രീതിയിൽ ഉയർത്തി എന്ന് പറയാൻ തന്നെ കാരണം ഈ ഒരു സ്വാംശീകരിക്കാൻ കഴിയുന്ന, ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ. പാശ്ചാത്യ ലോകവുമായി കേരളത്തെ താരതമ്യം ചെയ്തതും കോളനിവൽക്കരണത്തിന് ശേഷമുള്ള പാശ്ചാത്യം അത്രയും കാരണമാണ്. നമ്മുടെ മലയാള ഭാഷയുടെ തന്നെ കാര്യം നമുക്ക് എടുക്കുകയാണെങ്കിൽ ഉൾക്കൊള്ളാനും നവീകരിക്കാൻ ഈ നിമിഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഏകീകൃത ഭാഷ വേണം എന്നുള്ളൊരു നയം വരുമ്പോഴും അത് ഭാഷയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. പല വാക്കുകൾ പല രീതിയിൽ ഉപയോഗിക്കുന്നു, സൗകര്യം, ആ രീതി മാറ്റിയിട്ട് ഒരു ഏകരൂപം, ആ ഏകരൂപം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ പുതിയ വാക്കുകൾ സ്വീകരിക്കാൻ, വേണ്ടാത്തവയെ തിരസ്കരിക്കാൻ, ഒപ്പം ടൈപ്പ് റൈറ്റർ മുതൽ വേർഡ് ഡോക്യുമെൻറ്റിലെ ഫോണ്ടുകൾ മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇമോജികൾ വരെയുള്ളവയ്ക്ക് യോജിക്കുന്ന രീതിയിൽ ഭാഷയെ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നൊരു പദ്ധതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കാണിക്കുന്നത് അത്തരമൊരു സമൂഹത്തിൻ്റെ മാനസികാവസ്ഥ.
ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സമൂഹത്തിൻ്റെ മാനസികാവസ്ഥ. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. തിരഞ്ഞെടുപ്പ് ചിലവുകൾ. സർക്കാർ ചിലവിൽ കേസുകൾ നടത്തുന്ന ഒരു ഭരണകൂടം, ക്ഷമിക്കണം, സർക്കാർ നികുതി ജനങ്ങളിൽ നികുതി പണം കൊണ്ട് കേസുകൾ നടത്തുന്ന ഒരു സമൂഹം, ഒരു ഭരണകൂടം. ആ ഭരണകൂടം ചെയ്യുന്നത് തെറ്റല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പൗരബോധം, അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ തന്നെ അതിനെ എതിർക്കാനുള്ള അവകാശം തങ്ങൾക്കില്ല, ശേഷിയില്ല, അല്ലെങ്കിൽ അവകാശമുണ്ടെങ്കിൽ തങ്ങളുടെ ശേഷി തങ്ങൾക്കില്ല എന്നെല്ലാം വിശ്വസിക്കുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിൽ തിരഞ്ഞെടുപ്പ് ചെലവുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, തിരഞ്ഞെടുപ്പും പൗരാവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വലിയ രീതിയിൽ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ വിപ്ലവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് പ്രതികരിക്കേണ്ടതില്ല എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തുന്ന ഒരു പൗരബോധം. ആ പൗരബോധം എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ട് ഡിജിറ്റൽ വിപ്ലവത്തിൻ്റെ വലിയ മാറ്റങ്ങൾ വന്ന ഒരു കാലഘട്ടം. 21-ാം നൂറ്റാണ്ടിനെയും 20-ാം നൂറ്റാണ്ടിനെയും വേർതിരിക്കുന്നതിനെ ഒരുപക്ഷെ യൂട്യൂബിൻ്റെ കേൾക്കണം. ആ യൂട്യൂബ് സ്മാർട്ട് ഫോണായി മാറുന്നു, ആ സ്മാർട്ട് ഫോൺ വാട്സപ്പായി മാറും. യൂട്യൂബും ഫേസ്ബുക്കും ഏതൊരു ഒരേ കാലഘട്ടത്തിലാണ് വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ ലിറ്ററസിയുടെ, അല്ലെങ്കിൽ കേരളത്തിൽ അത് ഔദ്യോഗിക തലത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ ലിറ്ററസിയുടെ അനൗദ്യോഗിക രൂപമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിജിറ്റൽ ഇൻക്ലൂഷൻ നമുക്ക് പറയാൻ കഴിയും. അത്തരമൊരു ഡിജിറ്റൽ ഇൻക്ലൂഷനിൽ യാഥാസ്ഥിക സമൂഹങ്ങളിൽ പോലും വിപ്ലവം നടക്കുമ്പോൾ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി കേരളം അതിൻ്റെ സർഗാത്മകമായ രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുള്ളത്, വെറും ഒരു വിനോദോപാധിയെ മാത്രം തന്നെ കണ്ടു എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മൾ എത്തിയത്. പലപ്പോഴും ഇൻ്റർനെറ്റിനെയും കമ്പ്യൂട്ടറും വീഡിയോ ഗെയിം കളിക്കാനുള്ള അവസരം മാത്രമായി കാണുന്ന ഒരു സാഹചര്യത്തെ വിശകലനം ചെയ്യുന്നതിന് സമാനമായിട്ടുള്ള ഒന്നാണ് ശരിക്കും സാമൂഹ്യ മാധ്യമങ്ങൾ നിറഞ്ഞ കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ പൗരബോധം നഷ്ടപ്പെട്ട കേരളം ഉണ്ടായത്. അതിനെ നമ്മൾ അന്താരാഷ്ട്ര തലവുമായി താരതമ്യം ചെയ്തുകൊണ്ടുള്ള വിശകലനം ചെയ്യും. പ്രത്യേകിച്ചും തുടർച്ചയായി ഇത്തരം കേസുകൾ, അത് TP ചന്ദ്രശേഖരൻ്റെ കൊലക്കേസാവാം, പിണറായിയുടെ മകളുടെ പേരുള്ള അല്ലെങ്കിൽ പിണറായിയുടെ പേരുള്ള അഴിമതിയാവാം, അല്ലെങ്കിൽ കെ രാഗേഷിൻ്റെയോ MP രാജേഷിൻ്റെയോമായി ബന്ധപ്പെട്ട നിയമനങ്ങളാവാം. ഇത്തരം കാര്യങ്ങൾക്കെല്ലാം കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് കേസുകൾ നടത്തുന്നു. ജനങ്ങൾ നികുതി പണം ഉപയോഗിച്ച് കേസുകൾ നടത്തുന്നു. അതിലൊരു കുറ്റബോധം തോന്നാത്ത, ഒരു വിഷമം തോന്നാത്തൊരു സമൂഹം ഇവിടെ ഉയർന്നു വന്നു എന്നുള്ള വിഷയമാണ് നമ്മളിവിടെ വിശകലനം. പക്ഷെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ അവാൻ എന്നുള്ള സിനിമയുമായി ബന്ധപ്പെട്ട വിഷയം ഇതുപോലെ ചർച്ച ചെയ്തു. വലിയൊരു താരം അഭിനയിച്ച സാമ്പത്തിക വിജയം നേടിയ, മോശമില്ലാത്ത സാമ്പത്തിക വിജയം നേടിയ ഒരു ചലച്ചിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ജനപ്രതിനിധികളെ തിരിച്ചു വിളിക്കാനുള്ള അവകാശം ചർച്ച ചെയ്യാതെ പോയ ഒരു മലയാളി സമൂഹത്തിൻ്റെ ഒരു സമൂഹത്തെ ആണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഹോസ്പിറ്റലുകളിലും കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെല്ലാം നടക്കുന്ന ചില വിഷയങ്ങളുടെ പേരിൽ വൈദ്യസേവനം ഉപഭോക്തൃ നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരണമോ, ഒരു വക്കീലിൻ്റെ സേവനം ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം എന്നതുമായി ബന്ധപ്പെട്ട പഴയ ഹൈക്കോടതി സുപ്രീം കോടതി വിധികൾ വരെ പല തലത്തിൽ പുനർവായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ എന്താണ് സേവനം, എവിടെയാണ് നികുതി പണം എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കോടികൾ ചിലവഴിച്ച് നടത്തിയ ഒരു കേസിൽ നിങ്ങൾ പരാജയപ്പെടുമ്പോൾ അതിൽ മികച്ച പ്രകടനം നടത്തിയെന്ന് പറയാനുള്ള ഒരു ന്യായീകരണം വേണമെങ്കിൽ വക്കീലിന് വെക്കാൻ കഴിയും, ഒരു വൈദ്യന് വെക്കാൻ കഴിയും, ഒരു ബിഷപ്പിന് വെക്കാൻ കഴിയും. പക്ഷേ ജനങ്ങൾ നികുതി പണം ഉപയോഗിച്ച് സ്വന്തം തെറ്റുകൾക്ക് വേണ്ടി, സ്വന്തം തെറ്റുകൾ മറയ്ക്കാൻ, തൻ്റെ രാഷ്ട്രീയമായ നിലപാടുകളെ, രാഷ്ട്രീയമായ പോരായ്മകളെ, രാഷ്ട്രീയമായ തെറ്റുകളെ നിയമപരമായി ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടം എന്ന് പറയുന്നത് വളരെ മ്ലേച്ഛമായ ഒരു കാഴ്ചയാണ്. അത് മ്ലേച്ഛമാവുന്നത് അതിൽ തെറ്റുപോകാത്തൊരു സമൂഹം ഉണ്ടാകുന്നത്. ആ വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതിന് 3 തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് യൂറോപ്പിൽ രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്ന വലതുപക്ഷം. രണ്ടാമത്തേത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്ന മതരാഷ്ട്രങ്ങളിൽ
പൗരാവകാശം നഷ്ടപ്പെട്ട സമൂഹം വരെ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ച് പ്രതിഷേധിക്കുമ്പോൾ അതിന് തയ്യാറാവാത്ത കേരള സമൂഹം. മൂന്നാമത്തേത്, മലയാളിയുടെ പൗരബോധത്തിൽ മതം എങ്ങനെ നിയന്ത്രിക്കുന്നു, അതെങ്ങനെ ഒരു തീവ്ര വലതുപക്ഷമായി മാറുന്നു, ഇടതുപക്ഷത്തിൻ്റെ കടന്നുകയറ്റം, മതതീവ്രവാദത്തിൻ്റെ കടന്നുകയറ്റം എങ്ങനെ ലോകമെമ്പാടും വലതുപക്ഷത്തെ സൃഷ്ടിക്കുന്നു. ഇതെല്ലാം പലപ്പോഴും പൗരബോധമില്ലാത്തൊരു സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ള ഒരു വിശകലനത്തിലേക്കാണ് നമ്മളിവിടെ എത്തി. ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു. ഇതിൽ ആദ്യത്തേത് നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ ലിറ്ററസി, വിദ്യാഭ്യാസം മുതൽ മതവിമർശനം മുതൽ സർക്കാർ സേവനങ്ങൾ മുതൽ കലാപ്രവർത്തനങ്ങൾ വരെ ഇവയ്ക്കെല്ലാം കൂടുതൽ അവസരങ്ങളും കൂടുതൽ സുതാര്യതയും കടന്നു വരുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് യൂട്യൂബിൻ്റെ വരവോട്. യൂട്യൂബ് കമ്പ്യൂട്ടറിലൂടെ മാത്രം ഉപയോഗിച്ചിരുന്ന കാലഘട്ടം മാറി അത് സ്മാർട്ട് ഫോണിലൂടെ വരുമ്പോൾ അത് വാട്സപ്പായിട്ട് മാറുന്നു. കൂടുതൽ സുതാര്യമായൊരു സംവിധാനം അവിടെ ഉണ്ടാകും. അവിടെയാണ് നമ്മൾ തിരഞ്ഞെടുപ്പ് ചെലവുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതിനെ പ്രതികരിക്കാത്തൊരു പൊതുസമൂഹവും വരുന്നത്. ഇത് രണ്ടും എങ്ങനെ ചേർന്ന് പോകുന്നതും എങ്ങനെ അത് വലതുപക്ഷത്തെ ലോകമാണ് സൃഷ്ടിക്കുന്നു എന്നുള്ള കാര്യമെല്ലാം നമ്മളിവിടെയാണ് ചർച്ച ചെയ്യുന്നത്. കാരണം ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇറാൻ പ്രസിഡൻറ്റിൻ്റെ കൊല്ലപ്പെട്ടിട്ട് ദിവസങ്ങൾ മാത്രം കഴിയുന്നൊരു ഘട്ടത്തിലാണ് ഇറാൻ എന്നുള്ള സമൂഹത്തിലേക്ക് നമ്മളിവിടെ കടന്നത്. പലപ്പോഴും ഇറാൻ എല്ലാ അർത്ഥത്തിലും ഒരു വലിയ അത്ഭുതമാണ്. അങ്ങനെ ഒരു പൗരബോധത്തിൻ്റെ വലിയ പ്രതീകമാണ് ഇറാൻ എന്ന് പറയുന്നത്. അത് ഇറാനിയൻ സിനിമകളാവാം, ഇറാനിൽ നടക്കുന്ന കാലങ്ങളായി പല ഘട്ടങ്ങളിൽ ഇറാനിൽ ഒഴുകുന്നു വന്ന പ്രക്ഷോഭങ്ങളാവാം. ആ പ്രക്ഷോഭങ്ങളിൽ പലതും പങ്കെടുത്തത് സ്ത്രീകളും വിദ്യാർത്ഥികളുമാണ് എന്നുള്ളത് കൂടി കണക്കെടുക്കുന്നത്. ഇത്തരമൊരു പ്രതിരോധത്തിൻ്റെ ശക്തിയാണ് നമ്മൾ പറയുന്നത്. പലപ്പോഴും അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജനപ്രതിനിധികളെ സെൻസർ ചെയ്യാൻ കഴിയാത്ത, ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു സമൂഹമായി സാമൂഹ്യ മാധ്യമങ്ങൾ ശക്തി പ്രാപിച്ചൊരു കാലഘട്ടത്തിൽ കേരളം മാറി എന്ന വലിയ വൈരുദ്ധ്യം നമ്മൾ അവിടെയാണ് ചർച്ച ചെയ്യുന്നത്. കാരണം ഇറാനിയൻ സിനിമയാവാം, ആയത്തുള്ള ഖമേനിയെ ഭരണത്തിൽ കൊണ്ടുവന്ന ഇറാൻ്റെ സമരമാവാം, അതിനുശേഷം ഈ ഖമേനിയുടെ ഭരണത്തിനെതിരായിട്ട് നടത്തിയ പോരാട്ടങ്ങളാവാം. അവിടെ കുടിവെള്ളത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഉണ്ടായിട്ടുണ്ട്, ജലദൗർബല്യത്തിനെതിരായിട്ടുള്ള പോരാട്ടം, നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിലുള്ള പൗരാവകാശമായിട്ടുള്ള പോരാട്ടം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് തട്ടം ഇടാത്തതിൻ്റെ പേരിൽ, തട്ടം ശരിയായ രീതിയിൽ ധരിക്കാത്തതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇത്തരം പോരാട്ടങ്ങളെല്ലാം നടന്നിരുന്നത് മതം നിയന്ത്രിക്കുന്ന, ഏകാധിപത്യം നിയന്ത്രിക്കുന്ന ഒരു സമൂഹത്തിലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് തന്നെയാണ് ഇറാൻ എല്ലാ കാലത്തും നമ്മെ അത്ഭുതപ്പെടുത്തിയത്. അത്തരം ഇറാനെയാണ് നമ്മളിവിടെ താരതമ്യം ചെയ്യുന്നത്. സാമൂഹിക പലപ്പോഴും ടുണീഷ്യയിലെ വിപ്ലവം അതെല്ലാം വലിയ രീതിയിലുള്ള ഒരു വിപ്ലവത്തിൻ്റെ സാധ്യതകളെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗിച്ചൊരു സമൂഹത്തെയാണ് അവിടെ കാണിച്ചത്. എല്ലാ രീതിയിലും അടിച്ചമർത്തപ്പെട്ട മതമേതാണ്, രാഷ്ട്രീയമേതാണ്, പട്ടാള ഭരണകൂടം ഏതാണ് എന്ന് തിരിച്ചറിയാത്ത വിധം ഭയം ഭരിക്കുന്ന പുരുഷ കേന്ദ്രീകൃത സമൂഹം ഭരിക്കുന്ന പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ, ഭയം ഭരിക്കുന്ന പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ പോരാട്ടം ഏത് രീതിയിൽ ലോകത്തെത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹമാണ് ഇറാൻ എന്നുള്ള തെളിവ്. അത് തുണീഷ്യ നടന്ന വിപ്ലവം പലപ്പോഴും ആ രീതിയിലാണ് നമ്മൾ കണ്ടത്. അറേബ്യൻ രാജ്യങ്ങൾ, മതം വലിയ രീതിയിൽ നിയന്ത്രിക്കുന്ന അറേബ്യൻ രാജ്യങ്ങൾ അത്രയൊരു പോരാട്ടം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് കേരളം സാമൂഹ്യ മാധ്യമങ്ങളെ എത്രമാത്രം ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. ഇത് മറ്റെവിടെ നമ്മൾ ചർച്ച ചെയ്തു. ഇവിടെ ഇത് കൂടുതൽ ആഴത്തിൽ നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ ആ ടുണീഷ്യയിലെ വിപ്ലവത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു ടുണീഷ്യയിലെ ആ വിപ്ലവം
പരാജയപ്പെട്ടു എന്നുള്ള ഒരു വിശകലനത്തിലേക്കാണ് ലോകം എത്തിയത്. കാരണം അതിനുശേഷം വന്നതും ഒരു ഏകാധിപതി തന്നെയായിരുന്നു. എന്നാൽ പോലും അത് പൂർണ്ണമായും പരാജയപ്പെട്ടില്ല എന്ന് പറയാനുള്ള ഒരുപാട് തെളിവുകളൊന്ന് 4-5 വർഷം മുമ്പ് സുഡാനിൽ നടന്നൊരു അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് നടത്തിയൊരു മുന്നേറ്റം. അവിടെ അവർ ഈ ടുണീഷ്യയിൽ ആരംഭിച്ച ആ ഒരു വിപ്ലവത്തിന് ജാസ്മിൻ റവല്യൂഷനെയാണ് അവർ അത് മാതൃകയെടുത്തത്. കാരണം അതിലെ പോരായ്മകൾ, ഏകാധിപതികളെ പുറത്താക്കിയാൽ മറ്റൊരു ഏകാധിപതി വരില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു പക്വത അവർക്കുണ്ടാവാതെ പോയതിൻ്റെ ഫലം ഇന്നും ടുണീഷ്യ അടക്കമുള്ള മേഖല അനുഭവിക്കുന്നു. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ ഗൗരവത്തോടെ, ഇംഗ്ലീഷിൽ പറഞ്ഞ ഓൾവേസ് ഓൺ ഗാർഡ് ആയിട്ട് ആ പോരാട്ടം നടത്തുന്ന സുഡാനിലെ ജനങ്ങൾ നമ്മൾ കാണും. അപ്പോൾ ടുണീഷ്യയിലെ ജാസ്മിൻ റവല്യൂഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നെത്തുന്നത് അറേബ്യൻ രാജ്യങ്ങൾ, വിശേഷം ഇറാൻ്റെ പോരാട്ട യുദ്ധത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ ടുണീഷ്യ എന്ന രാജ്യം ഇത്തരം സിനിമയിലൂടെ ഒരു 5-6 മാസം, 1 വർഷത്തിനുള്ളിലാണ് ഇറാനിലൊരു സംവിധാനം കൊല്ലപ്പെട്ടത്. അപ്പോൾ ഇത്തരം വിപ്ലവങ്ങൾ ലോകമെമ്പാടും നടക്കുന്നു. അതിന് സാമൂഹ്യ മാധ്യമങ്ങളുടെ ലോകത്ത് അറിയുന്നു, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുക. അവിടെയാണ് നമ്മൾ കോടികൾ ചിലവഴിച്ച് കൊലപാതക കേസ് നടത്തുന്നത് ഭരണകൂടത്തിലാണ്. ജനങ്ങളുടെ ചിലവിൽ വിദേശ യാത്ര പോകുന്ന ഒരു ഭരണകൂടത്തിലാണ്. അതിനെതിരെ പ്രതികരിക്കാത്തൊരു ജനതയെ നമ്മൾ കാണുമ്പോഴാണ് ഇത്തരം ചർച്ചകളിലേക്ക്, സാമൂഹ്യ മാധ്യമങ്ങളും പൗരാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് വന്നു. കാരണം സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചിലവുകൾ ചുരുക്കുമെന്നും ജനങ്ങളിലേക്ക് കൂടുതൽ സുതാര്യത കൊണ്ടുവരുമെന്നും കരുതുന്ന ഒരു കാലഘട്ടമാണ് പരാജയപ്പെട്ടത്. അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം, ആ ഒരു ചിന്തയാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ട് ഏറെക്കുറെ പൂർണ്ണമായുമില്ലാതെ. തിരഞ്ഞെടുപ്പ് ചിലവുകൾ കുറയ്ക്കാം, നമുക്ക് നേരിട്ട് ജനങ്ങളിലേക്ക് എത്തേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ കരുതുന്നു. അനുകരണങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ എ ആർ റഹ്മാൻ്റെയും പ്രിയദർശിനി മണിരത്നത്തിൻ്റെ കാലത്ത് നമ്മൾ കണ്ടതാണ്. ഇനി അവർക്ക് പാട്ട് സംഗീത സംവിധാനം ചെയ്യാനോ സിനിമ സംവിധാനം ചെയ്യാനോ കഴിയില്ല എന്നൊക്കെ നമ്മൾ കരുതിയുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് മാറിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് ചിലവുകൾ വർദ്ധിക്കുന്നു. കോടികൾ ചിലവഴിച്ച് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പുതിയൊരു ഭാവത്തിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി കോടികൾ ചിലവഴിക്കുന്ന ആളുകൾ നമ്മൾ കണ്ടു. അത് ഫിലിപ്പീൻസിലെ ഏകാധിപതിയാവാം, തൻ്റെ മുഖം മിനുക്കി തനിക്ക് പ്രശസ്തി ആവശ്യമില്ല എന്ന് തോന്നിക്കാൻ വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ തനിക്ക് തൻ്റേതല്ലാത്തൊരു ചിത്രം നിർമ്മിക്കുന്ന ഒരുപക്ഷെ അജിത്തിനെയോ ഒക്കെ പോലെയുള്ള ആളുകളാവാം. ഇത്തരം സംഭവങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഒരുപക്ഷെ ഇറാനിലെയോ അല്ലെങ്കിൽ ടുണീഷ്യയിലെയോ സുഡാനിലെയോ ചില കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ, അല്ലെങ്കിൽ ഇറാൻ എല്ലാ കാലത്തും ചെയ്തിരുന്നത് മാറ്റി നിർത്തിയാൽ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് ചിലകൾ ചുരുക്കാനോ പൗരബോധം ഉണ്ടാക്കാനോ കഴിഞ്ഞിട്ടില്ല എന്ന തിരിച്ചറിവിലേക്ക് നമ്മളിവിടെ എത്തുകയാണ്. അതിനേക്കാൾ അത് കേരളത്തിൽ അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അച്ചടിയായാലും റേഡിയോ ആയാലും TV ആയാലും ഓരോ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ വിപ്ലവത്തിന് അത് വഴിവെച്ചിട്ടുണ്ട്, ഒരു സാംസ്കാരിക വിപ്ലവത്തിന് അത് വഴിവെച്ചിട്ടുണ്ട്. മൂടി വെച്ചത് പലതും പുറത്തു വന്നത് അക്ഷരങ്ങളിലൂടെയാണ്, ശബ്ദത്തിലൂടെയാണ്, ദൃശ്യങ്ങളിലൂടെ. അത്തരമൊരു ഘട്ടമായിരുന്നു യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ട്. യൂട്യൂബിൻ്റെ വരവോട് കൂടിയുള്ള 2005 യൂട്യൂബും ഫേസ്ബുക്കും ഒരുമിച്ച് വരുന്നു, സ്മാർട്ട് ഫോൺ വരുന്നു, വാട്സപ്പ് വരുന്നു, ടിക്ടോക്ക് അടക്കമുള്ള മാധ്യമങ്ങളുടെ കലാകാരന്മാർ പുറത്തു വരുന്നു. എന്നാൽ ഇതൊന്നും ഒരു പൗരബോധമുള്ള ഒരു തലമുറയെ, ഒരു ജനതയെ സൃഷ്ടിക്കുകയോ വിപ്ലവം സൃഷ്ടിക്കുന്ന ചിന്തകൾക്ക് വഴിവെക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പ് ചെലവുകളുടെ കാര്യമായാലും പ്രതിഷേധത്തിൻ്റെ കാര്യമായാലും സങ്കീർണമായ വളരെ സെൻസിറ്റീവായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമകളായാലും കലയായാലും ഒന്നും കഴിഞ്ഞ 2 പതിറ്റാണ്ടിടയിൽ നടന്നിട്ടില്ല എന്നിടത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത് തിരഞ്ഞെടുപ്പ് ചിലവുകളിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ചിലവിൽ കേസ് നടത്തുന്ന ഭരണകൂടവും ആ ഭരണകൂടത്തെ പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം ദുർബലമായ സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ സാധ്യതയുണ്ടായിട്ട് കൂടി അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത വലിയ ജനാധിപത്യ വലിയ രീതിയിൽ നിലനിൽക്കുന്ന കേരളം പോലെ സമൂഹത്തെ നമ്മൾ അവിടെയാണ് ഇറാനിലെ ആ ഒരു പെൺകുട്ടിയുടെ മരണമായാലും ഇറാനിലെ പ്രസിഡന്റിൻ്റെ മരണമായും നമ്മുടെ മുമ്പിലെത്തുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിത് വിശകലനം ചെയ്യുന്നത്. അനുകരണങ്ങൾക്ക് മാതൃകൾ മാത്രം സൃഷ്ടിക്കുന്നു, അനുകരണങ്ങൾക്ക് ഇടമില്ലാത്ത
ഉത്തരവാദിത്തങ്ങൾ നിർബന്ധമാക്കുന്ന ഒരു സംവിധാനമാണ് എന്ന് കരുതിയ സാമൂഹ്യ മാധ്യമങ്ങൾ സങ്കീർണവും നിഗൂഢമായ പ്രക്രിയയായി മാറുന്നത് നമ്മൾ ഡിജിറ്റൽ ഒരു പരിധിവരെ ഡിജിറ്റൽ ലിറ്ററസിയുടെ ഒരു വൈരുദ്ധ്യമായിട്ട് മാറുക. അമേരിക്കയിലെ വിക്കിലീക്സും നേരത്തെ പറഞ്ഞ ടുണീഷ്യയിലെ വിപ്ലവങ്ങളുമൊക്കെ ചിലത് ഒഴിച്ചു നിർത്തിയാണ് പുതിയൊരു വിപ്ലവമോ പുതിയൊരു അതിനൊരു പ്രതികരണങ്ങളോ പ്രതിധ്വനികളോ വലിയ രീതിയിൽ സമൂഹത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. ഇറാനിലെ സിനിമകളായാലും ഇറാനിലെ പോരാട്ടങ്ങളായാലും അതിപ്പോൾ 79 വരെയുള്ള കാലഘട്ടത്തിൽ തങ്ങളുടെ രാജ്യത്തെ എണ്ണ മാത്രം ലക്ഷ്യമിട്ട് തങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിച്ച പാശ്ചാത്യ രാജ്യങ്ങളെ തോൽപ്പിച്ച് അതേ ആർജവത്തോടെയാണ് ആ പാശ്ചാത്യ രാജ്യങ്ങളെ തോൽപ്പിച്ച് തങ്ങൾ ഭരണത്തിലിറക്കിയ മതനേതാക്കന്മാർക്കെതിരെ അവർ പോരാടി. ശക്തമായ സിനിമകൾ, ജീവന് പോലും ജീവൻ പണയം വെച്ചാണ് യഥാർത്ഥത്തിൽ നമ്മളത് പറയാൻ കഴിയും. ജീവൻ പണയം വെച്ചെടുത്ത സിനിമകൾ അതെല്ലാം കാലാകാലങ്ങളായി പുറത്തു കൊണ്ടുവരുന്ന ഇറാൻ ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. തെരുവിലിറങ്ങിയാണ് അവർ സമരം ചെയ്തത്. തട്ടമിടാത്തിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടത് ഒരു പെൺകുട്ടി മാത്രമല്ല, മനുഷ്യ സമൂഹം തന്നെയാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ തെരുവിലിറങ്ങിയതറിയാം. അപ്പോൾ ആ ഒരു ഡിജിറ്റൽ ലിറ്ററസിയുടെ സാധ്യത ഏതെങ്കിലും ഉപയോഗിക്കുന്ന സമൂഹമല്ല ഇറാൻ എന്നുള്ളതാണ് നമ്മളവിടെ ആദ്യം തിരിച്ചറിയുന്നത്. വളരെ പരിഷ്കൃതമായ മൂല്യങ്ങൾ ഉണ്ടാകുന്ന സമൂഹത്തെ ഇനിയും അടിച്ചമർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് തെളിയിക്കുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, അച്ചടിയും സിനിമയും എല്ലാം നൽകിയ സാധ്യതകൾ വലിയ രീതിയിൽ ഉപയോഗിച്ച കേരളം എന്ന സമൂഹത്തിന് ദൃശ്യമാധ്യമങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ സാധ്യത ഉപയോഗിക്കാൻ കഴിയാതെ വന്നിടത്താണ് ഇറാൻ തങ്ങളുടെ പ്രക്രിയ തുടരുന്നത്. അത് എല്ലാ കാലത്തും റേഡിയോ ഇല്ലാത്ത കാലത്തും ടി വി ഉള്ള കാലത്തും സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്തും ഒരേ തീക്ഷ്ണതയോടെ ഒരേ തീവ്രതയോടെ അത് തുടരുന്നു. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ വിഷയത്തിൽ. കാരണം യൂറോപ്പിൽ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ യൂറോപ്പിൽ നടത്തുന്നു എല്ലാ കാലത്തും. അതിലെ ഒരു പ്രധാനപ്പെട്ട സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്ത് ഡയാന രാജകുമാരി ജീവിച്ചിരുന്നെങ്കിൽ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ, ഒരു സാങ്കല്പിക ചർച്ചകളെല്ലാം യൂറോപ്പിൽ നടക്കുന്നു. അത് തെളിയിക്കുന്നത് ഡയാനയുടെ കൂടെ രാജകുമാരി എന്ന വാക്ക് ചേർക്കണോ എന്നുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ചർച്ച നടക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒരു സമൂഹത്തിൻ്റെ പുരോഗമന കാഴ്ചപ്പാടാണ് അവിടെ കാണിക്കുന്നത്. ക്ഷേത്രങ്ങളും രാജകൊട്ടാരങ്ങളുമെല്ലാം പ്രൗഢിയുടെ ഭാഗമായി കരുതുന്ന ഒരു ഭരണകൂടം രാജ്യം ഭരിക്കുമ്പോൾ, ഇന്ത്യ ഭരിക്കുമ്പോൾ അതിനെതിരായുള്ളൊരു പോരാട്ടത്തിൻ്റെ പ്രതീകമാണ് യഥാർത്ഥത്തിൽ ഡയാന എന്ന് പറയുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഡയാനയ്ക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുമോ എന്നുള്ളത് വളരെ രസകരമായ ചോദ്യം തന്നെയാണ്. എന്നാൽ ഡയാനയുടെ പോരാട്ടങ്ങൾ എന്ന് പറയുന്നത് ഡയാനയിൽ ഒരു വിശുദ്ധി സങ്കല്പിച്ചതുകൊണ്ടല്ല. അതൊരു വിമത ശബ്ദമാണ്. കൊളോണിയൽ പാസ്റ്റിനെ, സ്വന്തം ഇന്നലെകളെ, മുമ്പൊരു വീട് നമ്മൾ പറഞ്ഞ പോലെ പ്രാസംഗികനായ ചിത്രകാരനായ സാഹിത്യ നോബൽ സമ്മാന ജേതാവായ തങ്ങളുടെ പ്രധാനമന്ത്രിയെ യുദ്ധവെറിയനായി കണ്ട ഒരു ജനതയുടെ പുരോഗമന കാഴ്ചപ്പാടിൻ്റെ അടയാളമാണ് ഇത്തരം ഒരു ചിന്തകൾ. ഡയാനയ്ക്ക് ലഭിക്കുന്ന താരപദവിയില്ല, മരിച്ച കാൽനൂറ്റാണ്ട് പിന്നിൽ. അപ്പോൾ ഇത്തരം ചർച്ചകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ജനങ്ങളെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളുകളിൽ നിന്ന് പലപ്പോഴും അത്തരമൊരു ആളുകളുടെ അഭാവമാണ് കേരളത്തിൻ്റെ സാമൂഹ്യ പരിസരത്തിനുള്ളത്. സാഹിത്യ സാംസ്കാരിക മേഖലയിൽ വലിയ രീതിയിൽ ലോകത്തെ ഏറ്റവും വേഗത്തിൽ ജീർണിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമ സംസ്കാരമുള്ള ഒരു സമൂഹമാണ് കേരളം എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. എന്നാൽ അത്ര എളുപ്പം വിലയ്ക്ക് വാങ്ങാനോ നിയന്ത്രിക്കാനോ കഴിയുന്ന ഒന്നല്ല സാമൂഹ്യ മാധ്യമം. അതൊരു യാഥാർത്ഥ്യമാണ്. സക്കർബർഗിൻ്റെ ആയാലും മസ്കിൻ്റെ ആയാലും ഒക്കെ ഉദ്ദേശങ്ങളെ നമുക്ക് വലിയ രീതിയിൽ സംശയിക്കാൻ കഴിയുമെങ്കിൽ പോലും ഒരു വലിയ അളവോളം ഒരു തുറന്ന സാഹചര്യം അവിടെയുണ്ട്. അത്തരമൊരു ഘട്ടത്തിലാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ സാധ്യത പോലെ ഉപയോഗിക്കാൻ കഴിയാത്ത വിധം പ്രതികരണശേഷിയില്ലാത്ത ഒരു സമൂഹം കേരളത്തിൽ ഉയർന്നു വന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അവിടെ നമ്മൾ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുക. അതായത് നേരത്തെ പറഞ്ഞ വിപ്ലവങ്ങൾ സംഭവിക്കുന്ന ഇടം എന്ന് പറയുന്നത് അറേബ്യൻ രാജ്യങ്ങളിൽ സഹാറ മരുഭൂമി, അവിടെയാണ് വിപ്ലവങ്ങൾക്ക് ഇപ്പോൾ
ആക്കം കൂടുന്നത്, ശക്തി കൂടുന്നത്. അത് ഏറെക്കുറെ നിശബ്ദരാക്കാൻ ശ്രമങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു രക്ഷപ്പെടാനുള്ള ത്വര അവരാണ് കൂടുതൽ പ്രകടിപ്പിക്കുന്നത്. തകർന്നടിഞ്ഞ സഹാറ, ആഫ്രിക്കയിലെ സാമൂഹ്യ അവസ്ഥ, അവിടെയെല്ലാം ശ്രമിക്കുന്നത് സുഡാനാവാം, ടുണീഷ്യ ആവാം, ഇറാനാവാം, അവിടെ സൗദി അറേബ്യയിലെ ഡ്രൈവിംഗ് വിപ്ലവമാവാം, നവ്യേസ് മുഹമ്മദി ആവാം. അത്തരം വിപ്ലവങ്ങൾക്കൊന്നും ലഭിക്കുന്ന ഒരു പിന്തുണ കേരളത്തിൽ ലഭിക്കുന്നില്ല. നമ്മൾ പല വീടുകളും VP സുരയുടെ കാര്യമായാലും ജാമിലയുടെ കാര്യമായാലും ഒക്കെ അത്തരം ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഭരണകൂടങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെ സമൂഹം എത്തുന്നതെങ്കിലും ഭരണകൂടങ്ങളെ സമൂഹം തുടർച്ചയായി വിശകലനം ചെയ്യാത്തൊരു ഭരണകൂടം എങ്ങനെ ഏകാധിപത്യത്തിലേക്ക് മാറുമെന്നും ആ ഏകാധിപത്യം എങ്ങനെ ഒരു സമൂഹത്തെ മൊത്തത്തിൽ ജീർണിപ്പിക്കുമെന്നും എന്നുള്ളതിൻ്റെ ആ ഒരു സൂചന, ആ ഒരു ഭീതി, ഭയസൂചന കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഭീതിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ ഒരു പശ്ചാത്തലത്തിൽ. ഹിറ്റ്ലറും ഗോൾവാർക്കറും അരികുവൽക്കരിക്കപ്പെടുമ്പോൾ, ബേഡൻ പൗലും കൊളംബസും വർണ്ണവറിയന്മാരാകുമ്പോൾ, അങ്ങനെ ഒരു പാശ്ചാത്യ ലോകമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ സദ്ദാം ഹുസൈനും മാവോയും നായനാരും ഹമാസും ഇടതുവൽക്കരിക്കപ്പെടുന്ന ഒരു കേരളമാണ് നമ്മുടെ ഇപ്പുറത്തുള്ളത്. അത് നമ്മുടെ പൗരബോധത്തെ വീഴുന്നു, ഭയം ജനിക്കുന്നു. കാരണം ലിബറൽ ചിന്തകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹമാണ് യൂറോപ്പിൽ. കാരണം ലിബറൽ ചിന്തകളുടെ ആഴം അവർക്ക് വളരെ ആഴത്തിൽ അവർ തിരിച്ചറിഞ്ഞു. നവോത്ഥാനം ആരംഭിച്ചത് യൂറോപ്പിലാണ്. തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സമരം ആരംഭിച്ചത് യൂറോപ്പിലാണ് ആധുനിക കാലത്ത്. അപ്പോൾ ഇതെല്ലാം നടക്കാൻ കാരണമായത് മതവും അധികാരവും പരസ്പരം ചേർന്നിരിക്കുന്ന ഒരു സമൂഹം ഒരു ഇന്നലെ തങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ള തിരിച്ചറിവാണ്. അത്തരം മൂല്യങ്ങളെ അവരെ ഉയർത്തിപ്പിടിക്കാൻ പ്രേരിപ്പിക്കും. കോളനിവൽക്കരണം, ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും എണ്ണയോ മറ്റു വിഭവങ്ങളോ തേടിയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട തങ്ങളുടെ ഭരണാധികാരികളുടെ അതിനുവേണ്ടിയുള്ള അവരുടെ പരക്കം പാച്ചിൽ, ആ പരക്കം പാച്ചിൽ ലോകമെമ്പാടും സൃഷ്ടിക്കപ്പെടുന്ന അരക്ഷിതാവസ്ഥ, ഇതിനെല്ലാം വലിയ തലത്തിൽ വളരെ ശക്തമായി എതിർക്കുന്ന ഒരു സമൂഹമാണ് കഴിഞ്ഞ അരനൂറ്റാണ്ടായിരുന്നു യൂറോപ്പിലുള്ളത്. അതിൻ്റെ ഒരു ഗുണം ഇന്ന് ലോകമെമ്പാടും ഉള്ള കുടിയേറ്റക്കാരെ എണ്ണം തെളിയിക്കും. നേരത്തെ പറഞ്ഞ പോലെ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ കാര്യമാവാം, ബേഡൻ പൗലിൻ്റെ കാര്യമാവാം, കൊളംബസിൻ്റെ കാര്യമാവാം, ഇവരെല്ലാം ആഴത്തിൽ അവർ വിശകലനം ചെയ്യുക. നെപ്പോളിയൻ ബോണപ്പാർട്ടോ അലക്സാണ്ടറോ ഒന്നും അവർക്ക് നായകരല്ല. തോമസ് ആൽവ എഡിസൻ്റെ നീചമായ ചരിത്രം, ചാർലി ചാപ്ലിൻ്റെ കുറവുകൾ, അതെല്ലാം അവർ സമൂഹത്തിന് തുറവ് കാണിക്കുകയാണ്. മുമ്പ് വീഡിയോ പറഞ്ഞ പോലെ ഡൊണാൾഡ് ട്രംപിൻ്റെ കേസ് ജനങ്ങളെ പുറത്തറിയിക്കുന്നു, എന്താണ് കേസ് നടക്കുന്നത്. എന്നാൽ ഇവിടെ അതല്ല സംഭവിക്കുന്നത്. എസ് രാധാകൃഷ്ണൻ്റെയും സി വി രാമൻ്റെയും ഇരുണ്ട മുഖം മറച്ചു വയ്ക്കുന്ന ഒരു ഇന്ത്യയിലൂടെയാണ്, ഇന്ത്യയുടെ കണ്ണിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൽ നേരത്തെ പറഞ്ഞ പോലെ അക്ഷരങ്ങളായാലും ശബ്ദമായാലും വെളിച്ചമായാലും ദൃശ്യങ്ങളായാലും ഒക്കെ സാംസ്കാരിക വിപ്ലവത്തിന് തിരികൊളുത്തിയ ഒരു സമൂഹത്തിൽ നായയ്ക്ക് കടക്കാൻ കഴിയുന്ന വഴി മനുഷ്യന് കടക്കാൻ കഴിയുന്നില്ല എന്നറിഞ്ഞ് വാതിലുകൾ തുറന്നിട്ട ഒരു സമൂഹത്തിൽ, അത്തരമൊരു സമൂഹത്തിൽ MF ഹുസൈൻ്റേത് പൗരാവകാശമാണെന്ന് ചിന്തിച്ചൊരു സമൂഹത്തിൽ, അത്തരമൊരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ്, അത്തരമൊരു സമൂഹം ഏത് രീതി അകപ്പതിച്ചു എന്നുള്ളത് വിശകലനം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ചയെ കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഭരണകൂടങ്ങൾ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് വരുത്തുന്ന ചിലവുകൾ, അത് വലിയൊരു സാമൂഹിക കുറ്റകൃത്യമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധമുള്ളൊരു സമൂഹം ഇവിടെ ഉയർന്നു പോകുന്നതിനുള്ള ഭയമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ആ ഭയമാണ് നമ്മളെ യുക്തിപൂർവമായ നിഷ്പക്ഷമായ ചിന്തകൾക്ക് പ്രേരിപ്പിക്കുന്നത്. കാരണം ലിബറൽ ചിന്തകൾ വലതുപക്ഷവൽക്കരണത്തിന് മാറുന്നു എന്നുള്ളൊരു പേടിപ്പിക്കുന്ന കാഴ്ചയിൽ നിന്നുമാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ വലതുപക്ഷവൽക്കരണം വലിയ രീതിയിൽ സംഭവിക്കുന്നുള്ളത് മറ്റൊരു വീഡിയോ ചർച്ച. അത്തരം ഒരു വലതുപക്ഷവൽക്കരണം
യൂറോപ്പിലും ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. കാരണം നേരത്തെ പറഞ്ഞ ബൈഡൻ പവലിൻ്റെ കാര്യമായാലും വിൻസ്റ്റൺ ചർച്ചിൻ്റെ കാര്യമായാലും നിക്സണിൻ്റെ കാര്യമായാലും ഇവിടെ ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്താനുള്ള സാധ്യതകൾ ഒടുങ്ങി. ഇമ്മാനുവൽ മാക്രോ നിലനിൽക്കാൻ വേണ്ടി കൂടുതൽ വലതുപക്ഷ ചായ്വ് പ്രകടിപ്പിക്കുന്നു. മാരിയ ലാപ്പൻ എന്ന വനിത വലിയ രീതിയിൽ ഫ്രാൻസിൻ്റെ ചിന്തകളെ സ്വാധീനിക്കുക. വാതിലുകൾ തുറന്നിടുമ്പോൾ, കുടിയേറ്റക്കാരെ സ്വീകരിക്കുമ്പോൾ, ഗൂഗിളിൻ്റെ CEO ആയിട്ടും മേയറായിട്ടും എല്ലാം മറ്റുള്ള ആളുകളെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഒരു വിശ്വമാനവനായി നമ്മൾ മാറുകയാണ് എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത വിധം വലിയൊരു വലതുപക്ഷവൽക്കരണത്തിലേക്ക് യൂറോപ്പ് പോകുന്നു നമ്മൾ അറിയുന്നുണ്ട്. അത് ബ്രെക്സിറ്റ് ആവാം, ബ്രെക്സിറ്റ് അടക്കമുള്ള കാര്യങ്ങളാവാം, ഫ്രാൻസിലും ജർമ്മനിയിലും നെതർലാൻഡ്സിലൊക്കെ സംഭവിക്കുന്ന വലതുപക്ഷവൽക്കരണമാവാം. അവിടെയെല്ലാം നേരത്തെ സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഭരണകൂടങ്ങളിൽ വലതുപക്ഷവൽക്കരണം കടന്നു കയറുന്നതിൻ്റെ തെളിവായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ വ്യത്യാസം അവിടെ ഇപ്പോഴും പൗരബോധമുള്ള ഒരു സമൂഹം ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട. അപ്പോൾ നമ്മൾ നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കടന്ന് ഇപ്പോൾ നമ്മൾ വലതുപക്ഷവൽക്കരണം എന്നുള്ള വലിയ യാഥാർത്ഥ്യത്തിൽ എങ്ങനെയാണ് ഈ വലതുപക്ഷവൽക്കരണം സംഭവിക്കുന്നതാണ് ഇവിടെ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഭരണാധികാരികളുടെ പിഴവുകൾ ചർച്ച ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്ന് തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ തിരിച്ചറിയേണ്ട ധൈര്യം കാണിക്കുന്നില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ അവസരങ്ങൾ വന്നിട്ടും ഇത്തരം വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നു. അത്തരം ചർച്ചകൾക്ക് വഴിവെക്കാതെ പോകുമ്പോൾ ഭരണവർഗം വലതുപക്ഷമായി മാറുന്നു. ആ വലതുപക്ഷം എന്ന് പറയുന്നത് വലിയൊരളവോളം കമ്മ്യൂണിസമാണ്. ആ കമ്മ്യൂണിസത്തിൽ മതം വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നു. അവിടെ ഒരു ജനത സ്വയം ആത്മാഭിമാനമില്ലാത്തവരാണ്. ഫ്രാൻസിലെ ആ ലിബറൽ ചിന്തകളാണ് കേരളത്തിലെ ദളിത് മുന്നേറ്റങ്ങളാണ്, നേരത്തെ പറഞ്ഞ പോലെ ക്ഷേത്രപ്രവേശ വിളപ്പുരം, ഇത്തരമൊരു ഒരു ഒരു മാനസികാവസ്ഥയിൽ നിന്ന് യൂറോപ്പ് മാറുകയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതിനനുസരിച്ച് കേരളം മാറുകയല്ല. കേരളത്തിൽ നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, ഒരു വലതുപക്ഷത്തെ സ്വീകരിക്കേണ്ടത് അനിവാര്യതയായി തോന്നുന്ന വലിയൊരു വിഭാഗം പാശ്ചാത്യ രാജ്യങ്ങൾ ഉയർന്നു വരുന്നു. അത്തരമൊരു ഉയർന്നു വരവ് ഇന്ത്യയിലും കേരളത്തിലും സംഭവിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇത് പ്രതികരണശേഷിയില്ലാത്ത ജനതയുടെ അടയാളമാണ്, അതോ വലതുപക്ഷവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ അടയാളമാണ് എന്നാണ് നമ്മൾ ആഴത്തിൽ ചർച്ച ചെയ്യുന്നത്. കുടിയേറ്റവും കൂടിച്ചേരലുകളും ചേർന്ന് കോളനിവൽക്കരണത്തിൻ്റെയും അധിനിവേശത്തിൻ്റെയും സ്വന്തം ഇന്നലെ വെറുക്കുന്ന ഒരു ജനതയായിരുന്നു ഫ്രാൻസ്. റോഹിംഗ്യകൾ മനുഷ്യന്മാരാണെന്ന് കരുതുന്ന ഇന്ത്യക്കാരെ. എന്നാൽ ആ ലിബറൽ ചിന്താഗതികൾ നേരത്തെ പോലെ വലതുപക്ഷമാവുന്നത് നമ്മൾ തിരിച്ചറിയും. അവിടെയാണ് നമ്മൾ ചർച്ചയുടെ നാലാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുന്നത്. കാരണം വോട്ടിംഗ് ശതമാനം ബന്ധപ്പെട്ട ചർച്ചകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് മറ്റൊരു വീഡിയോ ചർച്ച ചെയ്യുന്നു. കാലാവസ്ഥയാണോ, നിസ്സംഗതയാണോ, സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ശേഷം ജനിച്ച ആളുകളുടെ കാഴ്ചപ്പാടാണ്, അത് നമ്മൾ മറ്റൊരു വീഡിയോ ചർച്ച ചെയ്യേണ്ട ആവശ്യത്തേക്ക് നമ്മൾ കിടക്കുന്നു. എന്നാൽ ഡിജിറ്റൽ ലിറ്ററസി, ഡിജിറ്റൽ പെനിട്രേഷൻ ആവാത്ത, ഡിജിറ്റൽ ഡിവൈഡ് ആവാത്ത വലിയൊരു സാമൂഹ്യ അവസ്ഥ ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ടെന്നും അതിൻ്റെ ഒരു പരിച്ഛേദം കേരളവുമാണ് എന്നുള്ളതും നമ്മൾ തിരിച്ചറിയിപ്പിക്കുന്നു. റൂറൽ അർബൻ ഡിവൈഡ്, ഗ്രാമാന്തരങ്ങൾ, ആ ഗ്രാമങ്ങളിലെ ആളുകളുടെ വിദ്യാഭ്യാസ നിലവാരത്തിലുള്ള വ്യത്യാസം, തൊഴിലുള്ള വ്യത്യാസം, അവർ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളുള്ള വ്യത്യാസം, അവിടുത്തെ തിരഞ്ഞെടുപ്പുകൾ ചർച്ച ചെയ്യുന്ന വ്യത്യാസം, ഇതെല്ലാം അതേ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇതോടൊപ്പം തന്നെയാണ് നഗരങ്ങളിലും വലിയ അളവുകൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അഭ്യസ്തവിദ്യരായ സ്വന്തമായി തൊഴിലുള്ള വനിതകൾ കൂടുതലുള്ള ഒരു പ്രദേശം എന്ന് പറയാവുന്ന നഗരങ്ങളിൽ പോലും രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രാതിനിധ്യത്തിൻ്റെ കാര്യത്തിൽ ഇന്നും പഴയ രീതിയിൽ തന്നെയാണ് തുടരുന്നത്. പരിചയസമ്പന്നായ ഒരു കൂട്ടമാണ്. ഈ പരിചയസമ്പത്ത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലെ പരിചയസമ്പത്താണ്. രാഷ്ട്രീയ പരിചയമുള്ള ആളുകൾ മാത്രം ചെയ്താൽ മതി രാഷ്ട്രീയം എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്കും അഭ്യസ്തവിദ്യരായ ആളുകൾക്കും ബുദ്ധന്മാരല്ലാത്തവർക്കും വലിയ പരിഗണനയൊന്നും കിട്ടാത്തൊരു രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ഇന്നും
രാജ്യത്ത് നിലനിൽക്കുന്നത്, കേരളത്തിൽ നിലനിൽക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് വനിതകളുടെ കാര്യത്തിലും എല്ലാം അത് തന്നെയാണ്. അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയമായി നമ്മൾ ചേർത്ത് വായിക്കുന്നത്. ഭരണകൂടങ്ങളുടെ ചിലവ്, നികുതിപ്പണം ചിലവഴിച്ച് കേസുകൾ നടത്തുന്ന ഒരു ഭരണകൂടം കോടികൾ ഇവിടെ ചിലവഴിക്കുന്നു എന്നുള്ളത് എന്തുകൊണ്ടൊരു വിഷയമാവുന്നില്ല, എന്തുകൊണ്ടൊരു ചർച്ചയാവുന്നില്ല എന്നുള്ള വിഷയത്തിൻ്റെ ആഴം നമ്മൾ ഇവിടെയാണ് തിരിച്ചറിയുന്നത്. ഇതൊരു പ്രതികരണശേഷിയില്ലാത്ത സമൂഹത്തിൻ്റെ ലക്ഷണമാണ്. ഞങ്ങൾ പ്രതികരിച്ചാൽ മാറില്ല, അതുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കേണ്ട എന്ന് ചിന്തിക്കുന്നതാണ്. അതോ വലിയ രീതിയിൽ വലതുപക്ഷവൽക്കരിക്കപ്പെട്ടുകൊണ്ട് എൻ്റെ മതവും എൻ്റെ ഭാഷയും എൻ്റെ നാടും എൻ്റെ പ്രദേശവും ഞാൻ ഏറ്റവും മികച്ചതായി കാണണം, ആ രീതിയിൽ വിശ്വസിക്കുന്ന ആളുകൾ, എൻ്റെ ഭാഷ സംസാരിക്കുന്നു, എൻ്റെ മതത്തിൽ വിശ്വസിക്കുന്നു, എൻ്റെ ജാതി വിശ്വസിക്കുന്നവരുമായി ഞാൻ ബന്ധം സ്ഥാപിക്കണം, ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയ്ക്ക് ജനങ്ങൾ എത്തിയത് കൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവിടെയാണ് യൂറോപ്പിൻ്റെ വലതുപക്ഷവും സാമൂഹ്യ മാധ്യമങ്ങളിലെ കേരളത്തിൻ്റെ പ്രതികരണശേഷി ഇല്ലാതെ നമ്മൾ തുലനം ചെയ്യേണ്ടത്. കാരണം ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യൂറോപ്പിൽ വലിയ രീതിയിൽ വലതുപക്ഷവൽക്കരണം സംഭവിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഇറാൻ പോലെയുള്ള രാജ്യങ്ങളിലെ അടിച്ചമർത്തപ്പെട്ടവരിൽ 85% സ്ത്രീകളായിരിക്കും, 15% പുരോഗമന കാഴ്ചപ്പാടുള്ള പുരുഷന്മാരായിരിക്കും. അവർക്കെല്ലാം വേണ്ടി തുറന്നിട്ട വാതിലുകളാണ് യൂറോപ്പ് അപ്പോൾ കുട്ടിയടയ്ക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ആ വലതുപക്ഷവൽക്കരണം തന്നെയാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നാം തിരിച്ചറിയുന്നത്. ഡാമുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നടക്കുന്നതിനെക്കുറിച്ച് നാം ചർച്ച ചെയ്തു. എൻ്റെ ഭാഷയ്ക്ക് വേണ്ടി, എൻ്റെ ജാതിക്ക് വേണ്ടി ഓരോ ആളുകളും കൂട്ടം ചേരുന്ന സാഹചര്യത്തിലേക്കാണ് ഇവിടെ എത്തുന്നത്. നമ്മുടെ ബ്രെക്സിറ്റ് ആയാലും ബയോഫ്യൂവൽ പോലും പലപ്പോഴും റഷ്യ നിയന്ത്രിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥ, ആ റഷ്യയെ കേന്ദ്രീകരിച്ച് രൂപപ്പെടുന്ന ഇസ്ലാമിക ഭീകരവാദം, ഇത് രണ്ടിനെയും നേരിടുക എന്നുള്ള ഉദ്ദേശം കൂടിയാണ് ബയോഫ്യൂവൽ. എണ്ണയിലൂടെ സാമ്പത്തിക ശക്തി ആർജിക്കുന്ന ഒരു സമൂഹത്തെ ആ രീതിയിൽ തന്നെ നേരിടുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഒരു ഉദ്ദേശം തന്നെയാണ് ബയോഫ്യൂവലിന് പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ വലതുപക്ഷവൽക്കരണം വലിയ രീതിയിൽ അവിടെ നടക്കുന്നു. ആ വലതുപക്ഷവൽക്കരണത്തിൻ്റെ പ്രതിധ്വനികൾ തന്നെയാണ് ഇന്ന് കേരളത്തിലും ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ സംശയിക്കുന്നത്. അവിടെയാണ് നമ്മൾ കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നത്. വൈക്കം സത്യാഗ്രഹം മുതൽ ഹാരിഫ് ഹുസൈൻ വരെയുള്ളവർക്ക് മുഖ്യധാര മാധ്യമങ്ങളിടയിൽ സ്വാധീനം നഷ്ടപ്പെട്ടത്, അങ്ങനെ സ്വാധീനം നഷ്ടപ്പെട്ടത് യൂട്യൂബ് വന്നതിന് ശേഷമാണെന്നുള്ളതാണ് വലിയ ജാതി സെൻസസിൻ്റെ കാര്യമാവും, വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള ചർച്ചകളാവും, അതൊന്നും കേരളത്തിൽ നിന്ന് സംഭവിക്കുന്നില്ല. അതിന് ഒരു കാരണം RSSൻ്റെ കടന്നുകയറ്റമാണ്. എന്നാൽ ഹാരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾക്ക് കേരളത്തിൽ വേര് നഷ്ടപ്പെട്ടത് സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിന് പുറത്തുള്ള രാജ്യങ്ങളിൽ വ്യൂവേഴ്സിനെ കിട്ടുമ്പോഴും കേരളത്തിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ മുഖ്യധാര മാധ്യമങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ആ വ്യക്തിയെ മുഖ്യധാര മാധ്യമങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഈ യൂട്യൂബാനന്തര കാലത്തിലാണ് സംഭവിക്കുന്നത്, വാട്സപ്പ് കാലത്താണ് സംഭവിക്കുന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ ഭയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മൂല കാരണം എന്ന് പറയുന്നത്. ഒരുപക്ഷെ സത്യജിത്രയിൽ അവസാനിച്ച ബംഗാളിന് സമാനമായി കേരളം മാറിയത്. അവിടെയാണ് നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് ലോകം നേടുന്ന, മനുഷ്യവംശം നേടുന്ന ഏറ്റവും വലിയ ഭീഷണിയായ കമ്മ്യൂണിസ്റ്റ്. ഇതെല്ലാം കോർത്തു നിൽക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കമ്മ്യൂണിസമാണെന്ന് നമ്മൾ അവിടെയാണ് തിരിച്ചറിയുന്നത്. ഒരിടത്തത് ഷീ ജിൻപിങ് ആണെങ്കിൽ മറ്റൊരിടത്തത് മുഹമ്മദ് റിയാസ്. അത് നമ്മൾ വലിയ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യണം. അതിനാണ് നമ്മൾ VP സൂര്യ എപ്പോഴും ബിംബമായിട്ട് എടുക്കുന്നത്. നമ്മൾ നിർമ്മാല്യം എന്നൊരു സിനിമയെ നമ്മൾ എപ്പോഴും ഒരു മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. കാരണം പലപ്പോഴും തിയോക്രാറ്റിക് സ്റ്റേറ്റുകൾ, മതാധിഷ്ഠിത രാഷ്ട്രങ്ങൾ രൂപപ്പെടുന്നത് സാമൂഹികമായ നിസ്സംഗതയിൽ നിന്നാണ്. ഇന്ത്യ പോലുള്ളൊരു കേരളം പോലുള്ള ജനാധിപത്യ പുരോഗമന സമൂഹത്തിൽ വളരെ എളുപ്പത്തിൽ അത്തരമൊരു മതബോധമുള്ള മതാധിഷ്ഠിതമായ രാഷ്ട്രം വരില്ലെങ്കിലും മതബോധമുള്ള ഒരു കൂട്ടം ആളുകൾ ഉയർന്നു വരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് അവിടെയാണ്. കാരണം ഇപ്പോൾ നമ്മൾ ക്യാൻ ചലച്ചിത്രവേലയിലെ കനി കുസൃതിയുടെ ഒരു പ്രതിഷേധം നമ്മൾ കണ്ടു. മാസ അമീനിക്ക് വേണ്ടി
ശ്രീലങ്കയിൽ ജനാധിപത്യത്തിന് വേണ്ടി, തായ്വാനിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഗോതയ്ക്ക് പുറത്ത് സാക്ഷി മാലിക് നടത്തിയ പോരാട്ടങ്ങൾക്ക് വേണ്ടി, ശരീരത്തിൽ ജീപ്പ് കയറിയറിഞ്ഞ് കർഷകരുടെ പോരാട്ടം, ഇത്തരം പോരാട്ടങ്ങൾക്ക് വേണ്ടിയൊന്നും ചിലവഴിക്കാത്ത ഊർജ്ജമാണ് ലോകവേദിയിൽ പാലസ്തീനു വേണ്ടി കരി കുസുദ്ദീൻ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരള സമൂഹത്തെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ചൊരു സൂചനയാണ് ഉള്ളത്. ആരെയാണ് ഇതിലൂടെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ആരെയാണ് ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ വലതുപക്ഷവൽക്കരണം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നിൽക്കുന്നത്. എന്തുകൊണ്ട് യൂറോപ്പിൽ സംഭവിക്കുന്ന വലതുപക്ഷവൽക്കരണം, എന്തുകൊണ്ട് അതിന് കമ്മ്യൂണിസം ഒരു കാരണമാകുന്നുള്ള ചർച്ചയിലേക്ക് നമ്മൾ വീണ്ടും എത്തുന്നുണ്ട്. പാലസ്തീനിൽ മരിക്കുന്നത് മുസ്ലിങ്ങളും യുക്രൈനിൽ മരിക്കുന്നത് ക്രിസ്ത്യാനികളുമാവുന്ന കനി കുസ്ലിമാരുടെ കപട മതേതരത്തിൻ്റെ വേദികളായി മാത്രമാണ് കേരളത്തിൽ സാംസ്കാരിക മേളകൾ മാറുന്നത്. ദിലീപിനെ ന്യായീകരിക്കാനെത്തുന്ന ടി മോഹൻദാസിൻ്റെ, ദിലീപുമായി വേദി പങ്കിടുന്ന നടിമാർ വരെയുള്ളവരുടെ ഈ ഒരു പ്രയത്നത്തിൻ്റെ ഫലമാണ്, അല്ലെങ്കിൽ ഈ പ്രയത്നത്തിൻ്റെ ഒരു ചിലവിലാണ് എം.പി. രാജേഷും പിണറായി വിജയനും വിദേശയാത്രയ്ക്ക് പോയി. നിങ്ങൾ പരസ്പരം ഇരുട്ട് കൈമാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പതിറ്റാണ്ടുകൾ പിറകിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചു കൊടുക്കാം, നിങ്ങളുടെ അയൽപ്പക്കത്തേക്ക് വിളിച്ചു കൊടുക്കാം. ഒരിടത്ത് ജന്മിയാകാം, മറ്റൊരിടത്ത് ഒരു സവർണ ഹിന്ദു ആവാം, മറ്റൊരിടത്ത് മുസ്ലിം പൗരോഹിത്യമാവാം, മറ്റൊരിടത്തത് പാശ്ചാത്യ വൻകിട മുതലാളിയാവാം, കുത്തകയാവാം. ഈ ശത്രുക്കൾക്കെതിരെ പോരാടാൻ അവർ നിങ്ങളുടെ ആ പോരാടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ നിങ്ങളുടെ അയൽപ്പക്കത്തോ നിങ്ങളുടെ മുറിയിലോ അവർ കടന്നു പോരാടുകയും ആ എതിരാളിയെ അവർ വിജയിപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം നിങ്ങളുടെ ചിലവിൽ നടത്തിയ കേസിൻ്റെ കാശ് തരാതെ കുത്തക മുതലാളിമാരുടെ ആ രാജ്യത്തേക്കാണ് കൂടും. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തിയോക്രാറ്റിക് സ്റ്റേറ്റുകൾ രൂപപ്പെടുന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇവിടെ കാരണം നേരത്തെ പറഞ്ഞില്ല, തിയോക്രാറ്റിക് സ്റ്റേറ്റുകൾ രൂപപ്പെടുന്നത് വിദ്യാഭ്യാസ രാഹിത്യത്തിൽ നിന്നും തകർന്ന സാമൂഹിക വ്യവസ്ഥയിൽ നിന്നും. ഇവ രണ്ടും ഒരുമിച്ച് സംഭവിക്കുകയോ ഒന്ന് മറ്റൊന്നിനെ നിർമ്മിക്കുകയോ ചെയ്യാം. ഇറാനിൽ ആദ്യത്തേത് രണ്ടാമത്തേതിന് വഴിവെച്ചിട്ടുണ്ട്. ആഫ്രിക്കയിൽ സാമൂഹിക അരക്ഷിതാവസ്ഥ വിദ്യാഭ്യാസ രാഹിത്യത്തിൽ നയിച്ചു. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഹിന്ദുമതത്തിലെ ജാതി വ്യവസ്ഥ എങ്ങനെ അധിനിവേശത്തിന് കാരണമായി എന്ന്, അതെങ്ങനെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും LTP മുതൽ ബജ്രംഗ് മുതൽ ഇപ്പോൾ കാസയും SDPI വരെയുള്ള സംഘടനകൾക്ക് രൂപം നൽകിയെന്നുള്ളത് നമ്മൾ ഇതിനോടൊക്കെ ചേർത്ത് വായിക്കണം. ഇതിനെല്ലാം വലിയൊരളവോളം കാരണമായത് പാശ്ചാത്യ ലോകത്തിൻ്റെ സമുദായത്തെ മനസ്സിലാക്കാം. അത് അമേരിക്ക ആവാം, ഫ്രാൻസ് ആവാം, പോർച്ചുഗീസ് ആവാം, ഇംഗ്ലണ്ട്. എന്നാൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി, ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ ഒരു 75 വർഷമായെങ്കിലും ഇതിന് കാരണമാവുന്നത് കമ്മ്യൂണിസ്റ്റും, ഇന്ത്യയിലത് CPI. അതുകൊണ്ട് തന്നെ തൻ്റെ ചിലവുകൾ ജനങ്ങൾ വഹിക്കും. അത് എന്തിനെന്ന് ജനങ്ങൾ തങ്ങളോട് ചോദിക്കേണ്ട എന്ന് കരുതുന്ന ഒരു ഭരണാധികാരിയല്ല യഥാർത്ഥത്തിൽ ജീർണിക്കുന്നത്. ഒരു ജനാധിപത്യ പുരോഗമന സമൂഹത്തിൽ അതിലെന്താണ് തെറ്റെന്ന് അറിയാത്ത, അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ തന്നെ എന്തിനാണ് പ്രതികരിക്കേണ്ടതെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് യഥാർത്ഥത്തിൽ ജീർണതയുടെ ഏറ്റവും വലിയ തെളിവായി മാറുന്നത്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം മുതൽ അവർണ സ്ത്രീ പൂജാരി വരെയുള്ള വിഷയങ്ങളിൽ, അവർണ പൂജാരിമാരും സ്ത്രീ പൂജാരിമാരും വരെയുള്ള വിഷയങ്ങളിൽ കേരളത്തിലെ ഹിന്ദുക്കളുടെ നിലപാടുകൾ ഇത്തരമൊരു വലതുപക്ഷവൽക്കരണത്തിൻ്റെ ഒരു തെളിവ്, അല്ലെങ്കിൽ ഒരു മൃദു മതരാഷ്ട്രവാദം. അപ്പോഴാണ് നമ്മൾ ഇറാനിലെ പ്രസിഡൻറ്റിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ച് അറിയുന്നത്.
4 പതിറ്റാണ്ട് മുമ്പ് വരെയുള്ള ഇറാൻ്റെ പുരോഗതിയും ഇന്നും ആ പുരോഗതിക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, മതരാഷ്ട്രത്തിനെതിരായി പോരാടുന്ന മനസ്സുള്ള ഒരു കൂട്ടം ആളുകളും നമ്മൾ തിരിച്ചറിയും. വലതുപക്ഷം യൂറോപ്പ് കീഴടക്കുമ്പോൾ നമ്മളറിയണം, ഏറ്റവും സംഘാത്മകമായ, ഏറ്റവും കഠിനമായ ജനകീയ പ്രക്ഷോഭം നടത്തിയ ഇറാൻ, അവിടെയാണ് നമ്മൾ മുന്നേറ്റം. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇംഗ്ലണ്ടും ഫ്രാൻസുമെല്ലാം തങ്ങളുടെ വർണ്ണവഴിയുടെ പെട്രോളിന് വേണ്ടി ഏഷ്യയിലും ആഫ്രിക്കയിലും സൃഷ്ടിച്ച അരക്ഷിതാവസ്ഥയുടെ ഇന്നലകളെ തള്ളിപ്പറയാനും ഖേദിക്കാനും ആ ഭരണകൂടങ്ങളെ നിർബന്ധിച്ച ഒരു ജനത വലതുപക്ഷവൽക്കരിക്കപ്പെടില്ല. ലിംഗന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യാഥാസ്ഥികമായൊരു നിലപാടെടുത്തതിൻ്റെ പേരിൽ സ്വതവേ പുരോഗമനവാദിയായ പോപ്പ് മാപ്പ് പറയാൻ നിർബന്ധിക്കപ്പെട്ട ഒരു സമൂഹം വലതുപക്ഷമായി മാറി. പുരോഗമന കാഴ്ചപ്പാടുകൾ വലതുപക്ഷവൽക്കരിക്കപ്പെടുക. നേരത്തെ നമ്മുടെ അഴിമതിക്കെതിരെ, ജനദൗർബല്യത്തിനെതിരെ പോരാടിയ ഇറാൻ മരിക്കുകയാണ്. യൂറോപ്പ് വലതുപക്ഷമായി. ഗോത്രവർഗ ഭേദങ്ങൾ, വൈവിധ്യങ്ങൾ ഏറെയുള്ള ഇറാനിലെ പ്രക്ഷോഭങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷം ഒരിക്കൽ പോലും ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ കനീക്കുസുദിയുടെ നടപടിയെ നമ്മൾ ചർച്ച ചെയ്തത്. അത് വ്യക്തിപരമായ തീരുമാനം തന്നെയാണെന്ന് അറിയുമ്പോഴും വലിയ രീതിയിലുള്ള സംഘടിത മുസ്ലിം വോട്ട് ബാങ്കിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നടപടിയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ. കാരണം പാലസ്തീനിലെ കൂട്ടക്കൊടുതി മനുഷ്യ മനസ്സിന് അസ്വസ്ഥ ഉണ്ടാക്കുന്നത്. എന്നാൽ അതേ അസ്വസ്ഥ തന്നെയാണ് യുക്രൈനിലും ഉണ്ടാകുന്നത്, തായ്വാനിലും ഉണ്ടാകും, ചൈനയിലെ ഉയ്ഗുറുകളുടെ കാര്യത്തിലുണ്ടാകും. അത് പിണറായി വിജയൻ്റെ പ്രതികരണശേഷിയില്ലാത്ത, സാമൂഹ്യ ബോധമുള്ള ഒരു സമൂഹത്തിൻ്റെ നേതാവിൻ്റെ പ്രതികരണമാറ്റി മാത്രമേ നമുക്ക് കനീക്കുസുദിയുടെ നിലപാട് നമുക്ക് കാണാൻ. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ സംസ്കാരവും, നിങ്ങളുടെ ചെയ്തികൾ, നിങ്ങളുടെ ചിന്തകളും ആവുമെങ്കിൽ നിങ്ങളുടെ ഭരണാധികാരി നിങ്ങളെയും പ്രതിനിധീകരിക്കും. അപ്പോൾ അത്തരമൊരു ഭരണാധികാരി തന്നെയാണ് പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിൽ ഉപയോഗിച്ചത്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാമൂഹ്യ മാധ്യമങ്ങളും പ്രതികരണശേഷിയില്ലായ്മയിലേക്കും അതിലൂടെ രൂപവൽക്കരിക്കപ്പെടുന്ന വലതുപക്ഷത്തിലേക്ക്. കാരണം ലോകം മാറുകയാണ്. ബോധ കലാപകാലത്തെ മോഡിയല്ല പാശ്ചാത്യ ലോകത്തിന് ഇന്ന് മോഡി. കുടിയേറ്റങ്ങൾ നിയന്ത്രിക്കപ്പെടുകയാണ്. പൗരബോധം വലതുപക്ഷവൽക്കരിക്കപ്പെടുകയാണ്. കാരണം അതിരുകൾ ലംഘിക്കാൻ സമൂഹത്തിൻ്റെ അനുമതി വേണ്ട എന്ന് കരുതുന്ന ഒരു പുരോഗമന കാഴ്ചപ്പാടുള്ള ഒരു സ്ത്രീയായി കരുതേണ്ട കനീക്കുസുതി വലിയ രീതിയിൽ വലതുപക്ഷത്തിന് പ്രകാശ് രാജും കേരളത്തിലെ ഇടതുപക്ഷ സാമൂഹിക പ്രവർത്തകരും രാമചന്ദ്ര ഗുഹയും ദൂരട്ടിയും മറ്റും ചെയ്യുന്ന പോലെ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കില്ല, പ്രകോപനം സൃഷ്ടിക്കാൻ ചെയ്യും. ഏകാധിപത്യത്തിൽ നിന്ന് മുതലാളിത്തത്തിലേക്ക് രണ്ടാം ലോക മഹായുദ്ധക്കാലത്ത് മാറിയ രാജ്യങ്ങളിൽ വെളുത്ത തൊലിയില്ലാത്തവരും കുടിയേറ്റക്കാരനും ഭരണാധികാരികളായത് യൂറോപ്പിലും. ആ യൂറോപ്പാണ് വലതുപക്ഷം. റഷ്യയും ആഫ്രിക്കയുമെല്ലാം ഏകാധിപത്യം, കമ്മ്യൂണിസമായ ദുരിതങ്ങൾ പേടിക്കൊണ്ടിരിക്കുകയാണ്. സമാധാനത്തിന് നോബൽ പുരസ്കാരം നേടിയ ഒരു ഭരണാധികാരി ഏകാധിപതിയായി പരിണമിക്കുന്നത് നമ്മൾ എത്യോപ്യയിൽ കണ്ടു. ആഫ്രിക്കയിലെ കോളനിവൽക്കരണത്തിന് പൂർണ്ണമായും കോളനിവൽക്കരണം പൂർണ്ണമായും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്തൊരു സമൂഹമാണ് എത്യോപ്യയിലുള്ളത്. അവിടെയാണ് ഗോത്രവർഗ പോരാട്ടം സാമൂഹിക അരക്ഷിതാവസ്ഥയിലേക്ക് എത്തുന്നതിൽ മതതീവ്രവാദം ആഴത്തിൽ വേരുന്നത്.
ഇത് പാശ്ചാത്യ ലോകത്തെ വലതുപക്ഷത്തിന് വൽക്കരത്തിന് ആക്കം കിട്ടുന്നു. അരക്ഷിതാവസ്ഥയിലുള്ള ആഫ്രിക്കൻ മേഖല, അറബ് മേഖല വലിയ രീതിയിലുള്ള വലതുപക്ഷവൽക്കരത്തിന് ആക്കം. കാരണം സാംസ്കാരിക വേദികൾ പ്രതിഷേധത്തിന് ഇടമാകുമ്പോൾ അത് പ്രതിപക്ഷത്തിന് ഇടമാകും. എന്നാൽ കേരളത്തിലെ സാംസ്കാരിക വേദികൾ ചെയ്യാൻ കഴിയാത്തത്, അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യമില്ലാത്ത അന്താരാഷ്ട്ര വേദികൾ ചെയ്തുകൊണ്ട് വലതുപക്ഷവൽക്കരത്തിന് വലിയ രീതിയിൽ ആക്കം കൂട്ടുന്ന ഇത്തരം ആളുകൾ, ഇത്തരം കപട മതേതരവാദികളുടെ സൃഷ്ടിയാണ് ഇന്ന് കേരളത്തിലെ വലതുപക്ഷം ഉണ്ടാകുന്നത്. അത് അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടിയുള്ള സ്വീകരണമാവാം, അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന കാസിയോ RSSO. ഇത് വർഷങ്ങളായി കേരളത്തിലെ ഇടതുപക്ഷ സാഹിത്യകാർ ചെയ്യുന്നത്. അതുതന്നെ മറ്റൊരു വ്യക്തി കൂടി പുരോഗമന കാഴ്ചപ്പാട് കൊടുത്തിയ മലയാളിയുടെ സ്വതന്ത്ര സ്ത്രീയുടെ ഒരു ചിത്രം വരച്ച ഒരു സ്ത്രീ, ഒരുപക്ഷെ ക്യാപ്റ്റൻ ലക്ഷ്മിയുടെയോ ഫാത്തിമ വീടിനൊക്കെ സമാനമായ ചിത്രം വരച്ച ഒരു സ്ത്രീ ഇത്തരം ഒരു നിലപാടിലേക്ക് പോകുമ്പോൾ നേരത്തെ പറഞ്ഞ വലതുപക്ഷവൽക്കരണം വലിയ രീതിയിൽ സംഭവിക്കാൻ പോവുകയാണ്. കലുഷിതമായ ഒരു അന്താരാഷ്ട്ര അന്തരീക്ഷം. കാരണം അന്താരാഷ്ട്ര ചലച്ചിത്രമേളകൾ എന്ന് പറയുന്നത് ഫിഫയെ, അത് ചലച്ചിത്രമേളകളും അന്താരാഷ്ട്ര കായിക വേദികൾ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന വിപണി ലക്ഷ്യമാക്കാൻ തുടങ്ങിയിട്ട് ഏറെക്കുറെ 2 പതിറ്റാണ്ടായിട്ട് ഫിഫയായാലും അന്താരാഷ്ട്ര പുരസ്കാരമായി. അത് ഒരു രീതിയിലും കേരളത്തിൻ്റെ സാംസ്കാരിക, ഇന്ത്യയുടെ കേരളത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യങ്ങളെയോ കലകളെയോ അത് അംഗീകരിച്ചിട്ടില്ല. അത് AR റഹ്മാൻ്റെ കാര്യത്തിലായാലും RRRൻ്റെ കാര്യത്തിലായാലും എല്ലാം യഥാർത്ഥ കലയെ പുറന്തള്ളുന്ന പുരസ്കാരങ്ങളാണ് ഇവിടെയെല്ലാം നൽകപ്പെട്ടിട്ടുള്ളത്. പാൻ ഇന്ത്യ എന്നുള്ള തലത്തിൽ ഒരു വ്യവസായമായി കല മാറുന്നതിനാണ് ആലോചിച്ചത്. അപ്പോൾ അത്തരമൊരു വേദിയിൽ തൻ്റെ സ്വത്വം ഉയർത്തിപ്പിടിക്കാതെ ഒരു സംഘടിത വോട്ട് ബാങ്കിനെ ലക്ഷ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു 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 പ്രദർശനം നടത്തുന്നതിലൂടെ ഇവർ നൽകുന്ന സന്ദേശം, നേരത്തെ പറഞ്ഞ പൗരബോധമില്ലാത്ത ഒരു സമൂഹം, ആ പൗരബോധമില്ലാത്ത സമൂഹമാണ്, വലതുപക്ഷവൽക്കരിക്കപ്പെട്ട സമൂഹമാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ചേർന്ന് കഴിഞ്ഞ സമൂഹത്തിൽ കൂടുതൽ പ്രകോപനങ്ങൾ മാത്രമാണ് സൃഷ്ടിക്കുക, പ്രകമ്പനങ്ങളല്ല. കാരണം സാക്കിർ നായിക്കിൻ്റെ സ്ഥാനത്ത് അബ്ദുൽ ബാസിലും മുഹമ്മദ് ഹിജാബും സെന്നാഗായും ഒക്കെ വരുന്നത് പാശ്ചാത്യ വിദ്യാഭ്യാസം നേടി മതം പ്രചരിപ്പിക്കാനുള്ള ആശയമായി. അതോടെ ട്രംപിനും മോഡിക്കുമെല്ലാം കൂടുതൽ സ്വീകാര്യത കൈവരാൻ പോകും. അതാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തൊരു വിഷയം. പ്രതികരണശേഷിയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കേണ്ടത് നിഷ്പക്ഷമായ കലയുടെ പ്രവർത്തനമാണ്, നിഷ്പക്ഷമായ മാധ്യമങ്ങളുടെ പ്രവർത്തനം. ആ മാധ്യമങ്ങൾ സംഘടിതമായ വോട്ട് ബാങ്കുകളെ ആശ്രയിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ വലിയ രീതിയിലുള്ള വലതുപക്ഷവൽക്കരണത്തിന് ലോകമെമ്പാടും നിർബന്ധിതരാകും. തങ്ങളുടെ ഇന്നലകളെ, തങ്ങളുടെ കൊളോണിയൽ ഇന്നലകൾ ലോകമെമ്പാടും സൃഷ്ടിച്ച അരക്ഷിതാവസ്ഥയിൽ വിഷമിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്, ഒരു ജനതയാണ് ആഗോള ലോകമെമ്പാടുള്ളൊരു കുടിയേറ്റത്തിന് വഴിവെക്കുന്നതും തുടർച്ചയായി ട്രംപ് അടക്കമുള്ള ആളുകളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഏകാധിപത്യത്തെ സൃഷ്ടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നു. അത്തരമൊരു സമൂഹമാണ് അത്. ഫ്രാൻസിലെ നേരത്തെ പറഞ്ഞ പോലെ വലതുപക്ഷ ഭരണമായാലും ജർമ്മനിയിലെ വലതുപക്ഷ ഭരണമായാലും വലിയ രീതിയിലുള്ള കൈമാറ്റങ്ങൾക്ക്, കൊടുക്കൽ വാങ്ങുകൾക്ക് അതവിടെ അവസാനമുണ്ടാക്കിയ, കുടിയേറ്റങ്ങളില്ലാത്ത, കൈമാറലുകളില്ലാത്ത, കൊടുക്കൽ വാങ്ങലില്ലാത്ത ഒരു പുതിയ സമൂഹം, ഒരു പുതിയ ലോകക്രമം നിലവിൽ വരുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഓരോ രാജ്യങ്ങളും ഓരോ പ്രദേശങ്ങളും വലതുപക്ഷവൽക്കരിക്കപ്പെടുകയാണ്. പ്രാദേശിക ദേശീയതയും അതിതീവ്ര ദേശീയതയും ചേരുമ്പോൾ ഒരു അന്തർദേശീയ പൗരൻ എന്നുള്ളത് ഇനിയൊരു മിത്ത് മാത്രമായി മാറി. പോരാട്ടങ്ങൾക്ക് ഇടുങ്ങിയ മുഖം നൽകുന്ന, രാഷ്ട്രീയ മുഖം നൽകുന്ന, സാമ്പത്തിക മുഖം നൽകുന്ന ആളുകൾ പ്രകാശ് രാജായാലും കനി കുസറിയായാലും ലോകത്തെല്ലായിടത്തും അത് വലതുപക്ഷത്തെ അനുസരിക്കും. അതിവിടെ നരേന്ദ്രമോദിയാവും, മറ്റൊരിടത്ത് മാക്രോണിയുടെ പരാജയമാണ്. പൗരബോധമില്ലാത്തൊരു സമൂഹം കോടികൾ തങ്ങൾ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ കാലത്ത് തങ്ങൾ നടത്തിയ കൊലപാതകങ്ങൾക്കും അഴിമതികൾക്കും സർവകലാശാലകളുടെ നിയമനങ്ങൾക്കും സപ്ലൈകോയിൽ ഭക്ഷണമില്ലാത്ത സമയത്ത്, ക്ഷേമ പെൻഷൻ നൽകാനില്ലാത്ത സമയത്ത് ആ ജനങ്ങൾ നികുതിപ്പണം ഉപയോഗിച്ച് നടത്തുന്ന ഒരു ഭരണകൂടം. ആ ഭരണകൂടം ചെയ്യുന്നത് തെറ്റല്ലെന്നും പ്രതികരിക്കട്ടെ എന്നും പ്രതികരിക്കേണ്ട എന്നും വിശ്വസിക്കുന്നത്
ഒരു ഭരണം. ഡിജിറ്റൽ ലിറ്ററസിയിലൂടെ, ഡിജിറ്റൽ ഇൻക്ലൂഷനിലൂടെ എല്ലാവരിലേക്ക് എത്താനും സമത്വം ദേശഭാഷ ലിംഗ പ്രദേശ ഭേദങ്ങൾക്ക് അപ്പുറമായി എത്തിക്കണമെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അത്തരമൊരു മാറ്റത്തിൽ ഉതകുന്ന വലിയൊരു ആശയത്തെ പിന്നോട്ട് നയിക്കും. വലതുപക്ഷം വലിയ രീതിയിൽ ലോകം കീഴടക്കുന്നു. ഇടതുപക്ഷം കമ്മ്യൂണിസം മാത്രമാണ് ചെയ്യുന്നത്. പൗരബോധമില്ലാത്ത പ്രീണനത്തിൻ്റെ ഒരു വലിയ കൂട്ടം ആളുകൾ ജനിക്കും. ഭയം നമ്മെ